അല്ലാതെ BJP കൊടുത്ത സമ്മാനം 30 കോടിയാണ്. BJP നേതാവ് സംഗീത് ഡയറക്ടറായിരുന്ന കമ്പനി ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനിക്ക് പേര് അൽദുവ, അജയ് സൂദിനെയും സുനിൽ സൂദിനെയും കമ്പനിക്ക് പേര് അൽനൂർ, സുനിൽ ജഗദീഷിന്റെ കമ്പനിക്ക് പേര് അറേബ്യൻ സ്പോർട്സ്. ഈ പേരെല്ലാം BJP ഞാൻ പറയല്ല. അപ്പൊ അത് കാരണം ഈ ഒരു പ്രത്യേകതരം ബീഫ് വിരോധേ ഉള്ളൂ. കാശ് വന്ന കുഴപ്പമില്ല. ആഷ്മി, ഞാൻ അതിലേക്ക് പോകണ്ടെന്ന് വെച്ചതാ. എനിക്ക് ഇവരെയൊക്കെ അറിയാം. ഈ കമ്പനികളിലെ പ്രൊമോട്ടർമാരെ പോലും ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഒരു പാവപ്പെട്ട ഒരു മുസ്ലിം വ്യാപാരി, ഒരു കച്ചവടക്കാരൻ, ഒരു തുണി കച്ചവടക്കാരൻ ഉത്തരാഖണ്ഡിലെ കോട്ട്വാറില് ബാബ എന്നുള്ള പേരിട്ടപ്പോൾ, ബാബ എന്ന് പറഞ്ഞാൽ എല്ലാ മതവിഭാഗങ്ങളിലും ബാബയുണ്ട്, ആ ബാബ ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് ആ മുസ്ലിം കച്ചവടക്കാരനെ പീഡിപ്പിച്ചവരാണ് ഈ ബജ്റാന്തുള്ള ആൾക്കാർ. അവരാണ് മുസ്ലിങ്ങളുടെ പേരിൽ മുസ്ലിം പേരുകൾ വെച്ചിട്ട് ഈ ബീഫ് എക്സ്പോർട്ട് കമ്പനികൾ അവിടെ ഉത്തർപ്രദേശിൽ നടത്തുന്നത്. ഇവരെയൊക്കെ എല്ലാവർക്കും അറിയാം. ഇതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ സമൂഹത്തിൽ കള്ളം പ്രചരിപ്പിച്ച് ഈ വിദ്വേഷവും വെറുപ്പും ജനിപ്പിച്ച് എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പിൽ 2 വോട്ട് കിട്ടാൻ കഴിയുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രചരണമൊക്കെ. പക്ഷെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയട്ടെ, ഈ കേരള സ്റ്റോറി 2 എന്നുള്ളത് ഒരു കാരണവശാലും ബാൻ ചെയ്യാൻ പാടില്ല. അതൊക്കെ മലയാളികൾ കാണണം. എന്റെ സത്യം പറഞ്ഞാൽ ഈ സ്റ്റോറിയെ കുറിച്ച്, ഈ കേരള സ്റ്റോറിയെ കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്ന മീംസ്, ട്രോളൊക്കെ കണ്ടാലുണ്ടല്ലോ, അല്പം ഉളുപ്പുള്ള ആരെങ്കിലും ആണെങ്കിലുണ്ടല്ലോ ഗംഗാ നദിയിൽ ചാകും. കാരണം വെച്ചാല് കേരളത്തിന് വെളിയിൽ വലിയ തോതിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങളും ഈ ഒരു സിനിമയ്ക്ക് പിന്നിലുണ്ട്. ശരിയാണ് ഹാഷ്മി പറഞ്ഞത്. ഉദാഹരണം പറഞ്ഞാൽ എന്നോട് പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ബീഫ് കഴിക്കുന്നവരല്ലേ, നിങ്ങൾക്കൊന്നുകൊണ്ട് പോർക്ക് കഴിക്കാൻ പറ്റുമോ, ധൈര്യം ഉണ്ടേ? അതായത് കേരളം എന്തോ ഒരു ഇസ്ലാമിക ഭരണകൂടം നിൽക്കുന്ന ഒരു സ്ഥലമാണ്, അതുകൊണ്ട് പോർക്ക് നിരോധിച്ചിരിക്കുകയാണ്, പോർക്ക് കഴിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ കേരളത്തിലേക്ക് പോയി, എവിടുന്ന് അപ്പം പോർക്ക് വേണ്ടത്? ആ പോർക്ക് കൃത്യമായിട്ട് കിട്ടൂലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ രൂപത്തിലുള്ള ഒരു സ്റ്റീരിയോ ടൈപ്പിംഗ് ഇവർ നടത്തുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇപ്പോൾ ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരുപാട് ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണത്തിലേക്ക് വരുന്നുണ്ട്. ഇതുപോലുള്ള സിനിമകൾ യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തെ ഭിന്നിപ്പിക്കാനും നമ്മുടെ സമൂഹത്തിലുള്ള മതമൈത്രിയെ തകർക്കാൻ വേണ്ടി മാത്രമേ കഴിയുള്ളൂ. ഇവർക്ക് എന്തെങ്കിലും ഒരു ധാരണയുണ്ടെങ്കിൽ ആ ദാദ്രിയില് ബീഫ് വെച്ചു എന്നും പറഞ്ഞ് വലിച്ചിറക്കി ഇവരെല്ലാം കൂടി കൊന്ന ഒരു മുഹമ്മദ് അഖ്ലാഖ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സിനിമ എടുക്കണം. അല്ലെങ്കിൽ ബിൽക്കീസ് ബാനുവിന്റെ പേരിൽ ഒരു ഗുജറാത്ത് സ്റ്റോറി എടുക്കണം. അതല്ലെങ്കിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ മരിച്ച ജസ്റ്റിസ് ലോയയുടെ പേരിൽ ഒരു സിനിമ എടുക്കണം. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോട്ട്വാറിൽ ഒരു മുസ്ലിം കച്ചവടക്കാരന് വേണ്ടി ചങ്കുറപ്പോടെ നിന്ന് കഴിഞ്ഞ ആ ചെറുപ്പക്കാരൻ ദീപക് കുമാറിന്റെ പേരിൽ ഒരു സിനിമ എടുക്കണം. അല്ലെങ്കിൽ ഇവരിപ്പോ കാശ്മീർ ഫയൽസും കേരള ഫയൽസും ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ, അവര് എപ്സ്റ്റൈൻ ഫയൽസ് എന്നുള്ള പേരിൽ ഒരു സിനിമ എടുക്കട്ടെ. അപ്പൊ സിനിമ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതൊന്നും ഉപയോഗിക്കാതെ ഈ കേരളം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ നീതിയുടെയും സൗഹാർദ്ദത്തിന്റെയും ഒരു പ്രതലത്തെ അവഹേളിക്കാൻ വേണ്ടി ഈ രൂപത്തിൽ ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അതിനോട് പ്രതിക്രിയ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ ആലോചിക്കേണ്ട ഘട്ടം വന്നിരിക്കുന്നത്.